പ്രതിഷേധം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ വിവിധ സംഘടനകൾ തയ്യാറാകുന്നുണ്ട്. CPIയും അതുപോലെ കോൺഗ്രസ്, പിന്നെ മറ്റ് മുസ്ലിം മതസംഘടനകളും തയ്യാറാണ്. അല്ല, പിന്തുണയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ മിനിഞ്ഞാന്ന് കാശ്മീരിൽ പോയിരുന്നു കുറച്ച് ദിവസത്തേക്ക്. അവിടെ ചെന്നപ്പോഴും അവിടുത്തെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പാവപ്പെട്ട മുസ്ലിംസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഈ NDAയിൽ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചത്, അല്ലെങ്കിൽ അവർ വിട്ടുനിന്നത്. ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് ധാരാളം കേസുകൾ വഖഫ് സംബന്ധിച്ച് വന്നിരുന്നു. അന്ന് പാവപ്പെട്ട മുസ്ലിംസാണ് വന്നുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് ആ വഖഫ് പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ പാവപ്പെട്ടവർക്ക് സാധിക്കില്ല. മുത്തവലി എന്ന് പറയുന്നത് പണക്കാരാണ്. പലരും പറഞ്ഞിരുന്നത് വേനൽക്കാലത്തൊക്കെ അവിടെ വാട്ടർ സോഴ്സസ്, അതായത് കിണർ അല്ലെങ്കിൽ സ്ട്രീംസൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല പാവപ്പെട്ട മുസ്ലിംസിന്. അങ്ങനെയുള്ള കേസുകളാണ് ഞാൻ വൈസ് ചെയർമാനായിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത്. അതിൻ്റെ എല്ലാം റെക്കോർഡും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ബില്ല് അവതരിപ്പിച്ച അവസരത്തിലുണ്ടായത്. പ്രതിപക്ഷം ഉദ്ദേശിച്ച പോലെ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല, അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായത്. ഏതാണ്ട് ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയിരുന്നു. അവിടെ നിന്നെല്ലാം അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കും. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, എവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻ്റ് മോർട്ടാലിറ്റി വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. അത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ആചാര്യന്മാർ എല്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ജീവിത രീതിയുടെ ഫലമായിട്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരായാലും എവിടെയായാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് കേരളത്തിൻ്റെ അടുത്ത തലമുറയെ ബാധിക്കുന്നതാണ്, സ്ത്രീകളെ ബാധിക്കുന്നതാണ്, സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത്. അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഈ വെള്ളാപ്പള്ളി മലപ്പുറം ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തികച്ചും വർഗീയമായ, സാധാരണ BJP അത്തരത്തിലുള്ള നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ. അല്ല, തികച്ചും വർഗീയമാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ചാനലിൻ്റെ അഭിപ്രായമാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ വർഗീയമാണെന്ന്. അതൊരു നിങ്ങൾ പറഞ്ഞു കഴിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. അത് അങ്ങനെ തന്നെ. ഞാൻ പിന്നെ എന്തിനാ അഭിപ്രായം പറയുന്നു? സമുദായ നേതാക്കന്മാർ അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി നമ്മളെന്തിനാ പറയുന്നത്? അവരുടെ സമുദായം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഭക്ഷണം വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സുരേന്ദ്രൻ പറഞ്ഞത്, സുരേന്ദ്രൻ മലപ്പുറത്ത് ചില അവസരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വെള്ളം കിട്ടിയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വെള്ളം കുടിക്കുന്ന കണ്ടു, ആ പ്രത്യേക അവസരത്തിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന അവസരത്തിൽ ഞാൻ കയറിയിട്ടല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സുരേന്ദ്രൻ പറഞ്ഞ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ തന്നെ നിങ്ങൾ വിമർശിക്കുന്നവരാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണമെന്നല്ലേ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം വ്യക്തിപരമായി മാത്രമാണ് കാണുന്നത്. അല്ലെന്നേ, അത് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ്. അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാർക്കാ പറയാൻ സാധിക്കുന്നു? സമുദായം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനൊക്കെയുള്ള സമുദായമാണ്. അത് നിങ്ങൾ പോയിട്ട് വെള്ളാപ്പള്ളിയെ പഠിപ്പിച്ചാൽ മതി. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അല്ല, മറ്റേ ഈ സാധാരണ ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നൊക്കെ പറയുന്നത് സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തെ തന്നെ അപമാനിക്കുന്ന ഒരു ഈ കേരളത്തിലെ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്? ഇന്ന രാജ്യമാണ്, അത് നല്ല രീതിയിലും പറയരുത്. ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു കരുത്തല്ലേ. പിന്നെ എന്താ കുഴപ്പം? ഒരു രാജ്യമല്ലേ. ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കരുത്. ഇതിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. എന്നാൽ ശരി, നന്ദി.